നമസ്കാരം, ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആന്ധ്രയ്ക്ക് 15,000 കോടി, ബീഹാറിന് 26,000 കോടി. ആദ്യ ബഡ്ജറ്റുമായി മൂന്നാം മോദി സർക്കാർ. മദ്യനയം മാറ്റാൻ ബാർ ഉടമകൾ ആർക്കും കോഴ നൽകിയിട്ടില്ല. പണം പിരിച്ചത് കെട്ടിടം വാങ്ങാൻ. ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട്. മുസ്ലിം ലീഗിന്റെ വർഗീയത തുറന്നു കാട്ടുമെന്ന് MV ഗോവിന്ദൻ. നീറ്റ് ഫിസിക്സ് ചോദ്യത്തിന് ശരിയുത്തരം കണ്ടെത്താൻ ഡൽഹി IITക്ക് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. ഏതു നിമിഷവും എന്തും സംഭവിക്കാം. കെജ്രിവാളിനെ ജയിലിൽ ഇല്ലാതാക്കാൻ ശ്രമമെന്ന് AAP. വാർത്തകൾ വിശദമായി. മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ ആന്ധ്രയ്ക്കും ബീഹാറിനും കൈനിറയ പദ്ധതികൾ. ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ ബീഹാർ, ആന്ധ്ര, ഒഡീഷ സംസ്ഥാനങ്ങൾക്കായി പ്രത്യേക പദ്ധതികളും ബീഹാർ, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ഒഡീഷ, ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങൾക്കായി പൂർവോദയ പദ്ധതിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആന്ധ്രാപ്രദേശ് റീഓർഗനൈസേഷൻ ആക്ട്. Our government has made concerted efforts to fulfill the commitments in Andhra Pradesh Reorganization Act. Recognizing the state's need for the capital, recognizing the state's need for a capital, we will facilitate special financial support through multilateral development agencies. In the current financial year, 15,000 crore rupees will be arranged with additional amounts in future years. Our government is fully committed to financing and early completion of the Polavaram irrigation project, which is the lifeline for Andhra Pradesh and its farmers. This will facilitate our country's food security as well. Under the Act, Andhra Pradesh Reorganization Act, for promoting industrial development, funds will be provided for essential infrastructure such as water, power, railways and roads in Kopparthi node on the Visakhapatnam-Chennai industrial corridor and Varavakal node on the Hyderabad-Bangalore industrial corridor. An additional allocation will be provided this year towards capital investment for economic growth. മൂന്നാം BJP സർക്കാർ അധികാരത്തിലെത്തിയ ഉടനെ പ്രത്യേക പദവി വേണമെന്ന് ബീഹാർ, ആന്ധ്ര, ഒഡീഷ സംസ്ഥാനങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. സർക്കാരിന് ചന്ദ്രബാബു നായിഡുവിന്റെ TDPയുടെയും പിന്തുണയുള്ളതിനാൽ ഇരു പാർട്ടികളെയും പിണക്കാത്ത തീരുമാനത്തിലേക്കാണ് ധനമന്ത്രി എത്തിയത്. ബീഹാറിന് പ്രത്യേക സംസ്ഥാന പദവി നൽകാനാവില്ലെന്ന് കേന്ദ്ര സർക്കാർ ലോക്സഭയിൽ വ്യക്തമാക്കിയിരുന്നു. ഇതിനു പിന്നാലെയാണ് സഖ്യകക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക ധനസഹായവും പദ്ധതികളും പ്രഖ്യാപിച്ചത്. അടിസ്ഥാന സൗകര്യ വികസനത്തിന് ബീഹാറിന് കൂടുതൽ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പുതിയ വിമാനത്താവളങ്ങൾ, മെഡിക്കൽ കോളേജുകൾ, കായിക സ്ഥാപനങ്ങൾ എന്നിവ ബീഹാറിൽ നിർമ്മിക്കും. ബീഹാറിൽ ദേശീയപാത വികസനത്തിന് 26,000 കോടി രൂപയാണ് അനുവദിക്കുന്നത്. ബീഹാറിന് വെള്ളപ്പൊക്ക പ്രതിരോധത്തിനായി 11,500 കോടി രൂപ അനുവദിച്ചു. ബീഹാറിൽ 2 ക്ഷേത്ര ഇടനാഴിക്ക് പദ്ധതി. നളന്ദ സർവകലാശാലയുടെ വികസനത്തിന് മുൻഗണന നൽകും. പട്ന പൂർണൈ, ബക്സർ ബദൽപൂർ, ബഗ്ദായി, വൈശാലി എന്നീ 3 എക്സ്പ്രസ് വേകളും ബീഹാറിൽ പ്രഖ്യാപിച്ചു. രാജ്യത്ത് തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുമെന്നും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു. 4 കോടി യുവാക്കൾക്ക് തൊഴിലവസരം ലക്ഷ്യമിട്ട് നൈപുണ്യ നയം വികസിപ്പിക്കുമെന്നും ഇതിനായി 5 വർഷത്തേക്ക് 2 ലക്ഷം കോടി രൂപ നീക്കിവെക്കുമെന്നും മന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു. കാർഷിക മേഖലയ്ക്ക് 1.52 ലക്ഷം കോടി രൂപ നീക്കിവെക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി. ഇതിൽ കാർഷിക മേഖലയിൽ ഉൽപ്പാദനവും ഉണർവും നൽകാനുള്ള വിവിധ പദ്ധതികൾ ഉൾപ്പെടുന്നു. കാർഷിക മേഖലയുടെ വളർച്ച ലക്ഷ്യം വെച്ചുള്ള ഗവേഷണത്തിന് പ്രാധാന്യം നൽകും. സ്വകാര്യ മേഖലയും ഉൾപ്പെടുത്തിയായിരിക്കും പുതിയ വിളകൾ അടക്കം വികസിപ്പിക്കാനുള്ള ഗവേഷണം. മികച്ച ഉൽപ്പാദനം നൽകുന്ന 109 ഇനങ്ങൾ വികസിപ്പിക്കും. ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ അകപ്പെട്ട് കാണാതായ സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തി. 12 കിലോമീറ്റർ അകലെ ഗോകർണയിലാണ് മൃതദേഹം കണ്ടത്. സന്ന ഹനുമന്തപ്പ എന്ന സ്ത്രീയുടെയാണ് മൃതദേഹമെന്ന് സ്ഥിരീകരിച്ചു. ജീർണിച്ച നിലയിലാണ് മൃതദേഹം കാണപ്പെട്ടത്. പുഴയുടെ മറുകരയിൽ വെള്ളം ഉയർന്നപ്പോൾ കാണാതായ സ്ത്രീകളിൽ ഒരാളാണ് സന്ന ഹനുമന്തപ്പ.
മണ്ണിടിച്ചിലിൽ വീട് തകർന്നതിന് പിന്നാലെ സ്ത്രീ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. ഇങ്ങനെ കാണാതായ 4 പേരിൽ ഒരാളാണ് ഇവർ. മൃതദേഹം ബന്ധുക്കൾ തിരിച്ചറിഞ്ഞതായി പോലീസ് വ്യക്തമാക്കി. കോഴിക്കോട് സ്വദേശി അർജുനായുള്ള തിരച്ചിൽ ഇന്നും തുടരും. അർജുനെ കാണാതായിട്ട് ഇന്നേക്ക് 8 ദിവസമായി. ഇന്നലെ വൈകിട്ടോടെ പുഴയ്ക്കടിയിൽ നിന്ന് പുതിയ സിഗ്നൽ കിട്ടിയിരുന്നു. ലോറി കരഭാഗത്തില്ലെന്നും മണ്ണിൽ പുതഞ്ഞു പോകാനുള്ള സാധ്യത തള്ളാനാവില്ലെന്നും സൈന്യം വ്യക്തമാക്കി. പുഴയിൽ കരഭാഗത്തു നിന്ന് 40 മീറ്റർ അകലെയാണ് സിഗ്നൽ കിട്ടിയിട്ടുള്ളത്. ലോറി ചെളിമണ്ണിൽ പൂണ്ടു പുതഞ്ഞു പോകാനുള്ള സാധ്യത തള്ളാനാവില്ലെന്നും സൈന്യം പറയുന്നു. എന്നാൽ കനത്ത ഒഴുക്കാണ് പുഴയിലുള്ളത്. വെള്ളത്തിൽ ഉപയോഗിക്കാവുന്ന ഫെറിക്സ് ലൊക്കേറ്റർ 120യും ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചാവും സിഗ്നൽ ലഭിച്ച ഭാഗത്ത് തിരച്ചിൽ നടത്തുക. ഇതിനിടെ അർജുന്റെ ലോറി കണ്ടെത്താൻ ദൗത്യസംഘം ആധുനിക സാങ്കേതിക സഹായം തേടി. റിട്ടയർ മേജർ ജനറൽ ഇന്ദുബാലന്റെയും സംഘത്തിന്റെയും സഹായമാണ് തേടിയത്. ഉടൻ ദൗത്യത്തിന്റെ ഭാഗമാകുമെന്നും ലോറി കണ്ടെത്താനാകുമെന്നാണ് പ്രതീക്ഷയെന്നും റിട്ടയർഡ് മേജർ പറഞ്ഞു. ദുരന്തം നടന്ന ദിവസം പുലർച്ചെ 6 മണിക്കുള്ള സാറ്റലൈറ്റ് ചിത്രമാണ് ഇസ്രോ കൈമാറിയത്. 16-ന് പുലർച്ചെയുള്ള ചിത്രങ്ങൾ ആകെ കാർമേഘം മൂടിയ നിലയിലാണ്. മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്തെ ദൃശ്യം ഒന്നും കൃത്യമായി ലഭിച്ചിട്ടില്ല എന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. മണ്ണിടിച്ചിലുണ്ടായ ജൂലൈ 16-ന് പുലർച്ചെ 6 മണിക്കുള്ള സാറ്റലൈറ്റ് ചിത്രമാണ് കിട്ടിയത്. ആ ദൃശ്യത്തിൽ നിന്ന് അർജുന്റെ വാഹനമടക്കം കണ്ടുപിടിക്കാൻ വഴിയില്ല. ദുരന്തശേഷം ശേഖരിച്ച സാറ്റലൈറ്റ് ദൃശ്യം ലോറി വീണ്ടെടുക്കാൻ ഉപകരിക്കും. ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ട പ്രകാരം മേഘങ്ങളില്ലാത്ത സമയത്ത് നദിയുടെ ചിത്രങ്ങൾ RCS പകർത്തിയിട്ടുണ്ട്. ഇതുപയോഗിച്ച് എത്രത്തോളം മണ്ണ് എത്ര വ്യാപ്തിയിൽ വീണിട്ടുണ്ട് എന്നതിൽ പ്രാഥമിക വിലയിരുത്തൽ നടത്തിയിട്ടുണ്ട്. ആ വിലയിരുത്തലിന്റെ കൂടി അടിസ്ഥാനത്തിലാകും പുഴയിലെ തിരച്ചിൽ നടത്തുക. നദിക്കരയോട് ചേർന്ന് മണ്ണ് വീണ സ്ഥലത്ത് സിഗ്നൽ കിട്ടിയിടത്തായിരിക്കും ആദ്യം തിരയുക. ഇപ്പോഴുള്ള കരയുടെ 40 മീറ്റർ അകലെയാണ് ഈ സ്ഥലമെന്നും ജില്ലാ കളക്ടർ പറയുന്നു. മദ്യനയം മാറ്റാൻ കോഴ പിരിക്കണമെന്ന ബാറുടമ അനിമോന്റെ ശബ്ദരേഖ തെറ്റിദ്ധാരണ മൂലമെന്നാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തൽ. അനിമോന്റെ ഓഡിയോ വലിയ വിവാദങ്ങൾക്കും ആരോപണങ്ങൾക്കും ഇടയാക്കിയെങ്കിലും 2ാം ബാർ കോഴ വിവാദത്തിൽ കോഴയില്ലെന്ന് കണ്ടെത്തി അന്വേഷണ റിപ്പോർട്ട് നൽകാനൊരുങ്ങുകയാണ് ക്രൈംബ്രാഞ്ച്. സർക്കാരിനും ബാറുടമകൾക്കും ആശ്വാസകരമായ കണ്ടെത്തലാണ് അന്വേഷണ സംഘത്തിൻ്റേത്. കൊച്ചിയിൽ നടന്ന ബാറുടമകളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിനിടെയാണ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അനിമോൻ നയം മാറ്റാനായി പണം പിരിക്കണമെന്നാവശ്യപ്പെട്ട് ബാറുടമകളുടെ ഗ്രൂപ്പിൽ ശബ്ദരേഖയിട്ടത്. ശബ്ദരേഖ പുറത്തു വന്നതിന് പിന്നാലെ ബാർ കോഴയിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് എക്സൈസ് മന്ത്രി MV രാജേഷ് പരാതി നൽകിയത്. തലസ്ഥാനത്തെ പുതിയ ആസ്ഥാന മന്ദിരം വാങ്ങാനാണ് പണപ്പിരിവ് എന്നായിരുന്നു അസോസിയേഷൻ നേതൃത്വത്തിന്റെ വിശദീകരണം. പിന്നാലെ അനിമോനും മലക്കം മറിഞ്ഞു. ഇതേ കണ്ടെത്തലാണ് ക്രൈംബ്രാഞ്ച് നടത്തിയിരിക്കുന്നത്. ശബ്ദ സന്ദേശം അയച്ച അനിമോൻ ശബ്ദം തന്റേതല്ല എന്ന് നിഷേധിച്ചില്ല. കെട്ടിട നിർമ്മാണത്തിന് പണം പിരിക്കുന്നതിൽ ഇടുക്കി ജില്ല വീഴ്ച വരുത്തിയെന്ന സംസ്ഥാന എക്സിക്യൂട്ടീവിൽ വിമർശനമുയർന്നപ്പോൾ ഉണ്ടായ ദേഷ്യത്തിലിട്ടതാണെന്നാണ് അനിമോൻ ക്രൈംബ്രാഞ്ചിന് നൽകിയ മൊഴി. മദ്യലഹരിയിലായിരുന്നുവെന്ന് പറഞ്ഞു. ശബ്ദരേഖ പുറത്തായതിനു പിന്നാലെ ഗ്രൂപ്പിൽ നിന്നും അനിമോൻ ശബ്ദരേഖ ഡിലീറ്റ് ചെയ്തിരുന്നു. ഗ്രൂപ്പും ഇല്ലാതാക്കി. അതിനാൽ ചോർച്ച എവിടെ നിന്നാണെന്ന് കണ്ടെത്തണമെങ്കിൽ ഗ്രൂപ്പിലുള്ള എല്ലാവരുടെയും ഫോണുകളും ശാസ്ത്രീയ പരിശോധന നടത്തേണ്ടി വരുമെന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത്. ബാറുടമകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നുണ്ടെന്നും അതാണ് ശബ്ദരേഖ ചോർച്ചയ്ക്ക് കാരണമെന്നും ക്രൈംബ്രാഞ്ച് പറയുന്നു. മദ്യനയമാറ്റത്തിന് പണപ്പിരിവ് നടത്താനായി അസോസിയേഷൻ അംഗങ്ങളായ ബാറുടമകൾ മൊഴി നൽകിയതുമില്ല. ബാങ്ക് അക്കൗണ്ടുകളുടെ പരിശോധനയിൽ അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താനായില്ലെന്നും ക്രൈംബ്രാഞ്ച് പറയുന്നു. മുൻ മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകൻ അർജുൻ രാധാകൃഷ്ണൻ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ ബാറുടമകളുടെ ഗ്രൂപ്പിൽ കണ്ടെത്തിയിരുന്നു. അർജുനെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. പരിശോധനയിൽ ആ നമ്പർ ഉപയോഗിക്കുന്നത് അർജുന്റെ ഭാര്യ മാതാവാണെന്ന് കണ്ടെത്തി. ഭാര്യ പിതാവിന്റെ പേരിലുണ്ടായിരുന്ന ബാർ ലൈസൻസ് പിതാവിന്റെ മരണശേഷം അമ്മയ്ക്ക് കൈമാറുകയായിരുന്നു. ഈ മാസം 31-ന് മുൻപ് അന്വേഷണ സംഘം റിപ്പോർട്ട് ക്രൈംബ്രാഞ്ച് മേധാവിക്ക് കൈമാറും. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു കുട്ടി അമീബിക് മസ്തിഷ്ക ജ്വരത്തെ അതിജീവിച്ചിരിക്കുന്നു. ഈ രോഗബാധ മൂലം തുടരെ 3 മരണങ്ങളുണ്ടായ ശേഷമാണ് പ്രതീക്ഷയുടെ തിരിതെളിച്ച് തിക്കോടി സ്വദേശിയായ 14-കാരൻ ആശുപത്രി വിട്ടത്. 9 ദിവസം ICUവിൽ കിടന്ന ശേഷമാണ് കുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു നടന്നത്. രക്ഷിതാക്കളുടെയും ആശുപത്രി ജീവനക്കാരുടെയും സമയോചിതമായ ഇടപെടലാണ് കുട്ടിയെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിച്ചത്. അവിടുത്തെ റിപ്പോർട്ടിംഗ് സ്ട്രാറ്റജി നോക്കുമ്പോൾ രേഖപ്പെടുത്തിയിട്ടില്ല. ഇവിടെ നമ്മൾ ഓരോ കേസും, പ്രത്യേകിച്ച് കോവിഡിന് ശേഷം കേരളത്തിൽ വളരെ ട്രാൻസ്പാരൻ്റായി ഓരോ കേസും റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ കേരളത്തിൻ്റെ പൊതുജനാരോഗ്യ സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ രോഗങ്ങൾ ഇവിടെ കണ്ടെത്തപ്പെടുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്ന് ഒരു കുട്ടി അമീബിക് മെനിഞ്ചോ എൻകഫലൈറ്റിസ് ബാധിച്ച് അപൂർവങ്ങളിൽ അപൂർവമാണ് ആ രോഗമുക്തി നേടുന്നവർ വളരെ കുറവാണ്. ഇന്ന് കേരളത്തിൽ ഒരു കുട്ടി അപൂർവമാണ് അത് രോഗമുക്തി നേടിയിട്ടുണ്ട്. അപ്പോൾ പ്രാദേശികമായി നമ്മുടെ ആരോഗ്യ കേന്ദ്ര തലത്തിൽ
ഹെൽത്ത് വർക്കേഴ്സ് ഇതാകാം എന്ന് സംശയിച്ചു. ഒരു ലോകത്ത് ഇതിനൊരു പ്രോട്ടോകോൾ ഇല്ല, രാജ്യത്തൊരു പ്രോട്ടോകോൾ ഇല്ല, ഒരു ലിറ്ററേച്ചറും ഇല്ല. ഇത് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണെന്നുള്ളത് ഒരു ലിറ്ററേച്ചറും ഇല്ല. അങ്ങനെയുള്ള ഒരു രോഗം, അത് പകർച്ചവ്യാധി അല്ല. ആ അമീബിക് മെനിഞ്ചോ എൻകഫലൈറ്റിസിന് രാജ്യത്ത് ആദ്യമായി നമ്മളൊരു പ്രോട്ടോകോൾ തയ്യാറാക്കി. ഈ കുട്ടിക്ക് മരുന്ന് എത്തിച്ചു കൊടുത്തു ആരോഗ്യ വകുപ്പ്. കോഴിക്കോട് ഒരു സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അവർ ട്രീറ്റ്മെന്റ് തേടിയത്. അവിടെ മരുന്ന് എത്തിച്ചു കൊടുത്തു, രോഗമുക്തി നേടി എന്നുള്ളത്. ഇത് നമ്മുടെ ഒരു അനുഭവ പാഠമാണ്. ഇത് രാജ്യത്തിന് ആദ്യമായിട്ടാണ്. എങ്ങനെയാണ് ഒരു അമീബിക് മെനിഞ്ചോ എൻകഫലൈറ്റിസ് പോലെയുള്ള ഒരു രോഗം എങ്ങനെയാണ് ചികിത്സിച്ച് ഭേദമാകുക എന്നുള്ളത്. ജൂൺ 30 വൈകിട്ടാണ് കുട്ടിക്ക് അപസ്മാരത്തിന് സമാനമായ ലക്ഷണങ്ങളുണ്ടായത്. പയ്യോളിയിലെ ഒരു ക്ലിനിക്കിലാണ് ആദ്യം കുട്ടിയെ പ്രവേശിപ്പിച്ചത്. കുട്ടി കുളത്തിൽ കുളിച്ച കാര്യം ഡോക്ടറോട് പറഞ്ഞു. ഇതോടെയാണ് ഡോക്ടർക്ക് സംശയം തോന്നിയത്. 14 വയസ്സുകാരന് ആദ്യമായി അപസ്മാര സമാനമായ ലക്ഷണമുണ്ടായത് മറ്റെന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കുമെന്നാണ് ഡോക്ടറുടെ നിഗമനം. തുടർന്നാണ് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 2 കുട്ടികൾ ഇതേ ആശുപത്രിയിൽ നേരത്തെ ചികിത്സയിലുണ്ടായിരുന്നതിനാൽ ലക്ഷണങ്ങൾ പെട്ടെന്ന് തിരിച്ചറിയാനായി. ആശുപത്രിയിൽ എത്തിച്ച അന്നു തന്നെ കുട്ടിക്ക് അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് നൽകുന്ന മരുന്നുകൾ നൽകി തുടങ്ങി. അതിനുശേഷമാണ് രോഗം സ്ഥിരീകരിച്ച് പരിശോധന ഫലം പോലും വന്നത്. തുടക്കത്തിൽ തന്നെ രോഗം കണ്ടെത്തി മരുന്ന് നൽകാൻ സാധിച്ചു എന്നതാണ് ഏറ്റവും വലിയ നേട്ടമായത്. മസ്തിഷ്കത്തെ കാർന്നു തിന്നുന്ന രോഗാണു ബാധിച്ചാൽ മരണം ഉറപ്പായിരുന്നു എന്നായിരുന്നു ഇതുവരെയുള്ള ഫലം. എന്നാൽ 14-കാരൻ ഇത് തിരുത്തിക്കുറിച്ച് ചരിത്രത്തിന്റെ ഭാഗമായി. അതേസമയം 26 ലക്ഷത്തിൽ ഒരാൾക്ക് മാത്രം വരുന്ന അത്യപൂർവ രോഗം ഇടയ്ക്കിടെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നത് ആശങ്കയേറ്റുകയാണ്. 2 മാസത്തിനിടെ 3 കുട്ടികളാണ് കോഴിക്കോട്ടെ ആശുപത്രിയിൽ ഈ അസുഖം ബാധിച്ച് മരിച്ചത്. കോഴിക്കോടും കൊച്ചിയിലുമായി 2 കുട്ടികൾ കൂടി ചികിത്സയിലുണ്ട്. കൊച്ചിയിൽ ചികിത്സയിലുള്ള തൃശൂർ സ്വദേശിയായ കുട്ടിയുടെ നില ഭേദപ്പെട്ടു. എന്നാൽ കോഴിക്കോട്ട് ചികിത്സയിലുള്ള കുട്ടിയുടെ നില ഗുരുതരമാണ്. അതേസമയം നിപ്പ ബാധിച്ചു മരിച്ച കുട്ടിയുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട 9 പേരുടെ സാമ്പിളുകൾ നെഗറ്റീവ്. 13 പേരുടെ സാമ്പിളുകളാണ് പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചിരിക്കുന്നത്. ഇവരിൽ 9 പേരുടെ ഫലമാണ് വന്നത്. കുട്ടി ചികിത്സയിൽ കഴിഞ്ഞ പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞവരാണ് ഇവർ. തിരുവനന്തപുരം സ്വദേശികളായ 4 പേരുടെ പരിശോധന ഫലമാണ് ഇനി വരാനുള്ളത്. ഇന്ന് പരിശോധിച്ച 9 സാമ്പിളുകളും നെഗറ്റീവാണ്. തിരുവനന്തപുരത്തുള്ള 2 സാമ്പിളുകൾ അത് പരിശോധിക്കുന്നതേ ഉള്ളൂ. കാരണം സാമ്പിൾസ് എടുത്തത് കുറച്ച് വൈകിയാണ്. അപ്പം അത് പരിശോധന ആ പ്രോസസ്സ് നടക്കുന്നതേ ഉള്ളൂ. പരിശോധനാ ഫലം വന്ന 9 നെഗറ്റീവാണ്. IP അഡ്മിഷനിൽ 15 പേരാണ് ഉള്ളത്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ 12 പേരും, തിരുവനന്തപുരത്ത് 2 പേരും, കോഴിക്കോട് ഒരാളും. അങ്ങനെ 15 പേരാണ് ആശുപത്രികളിൽ ചികിത്സയിൽ ഉള്ളത്. ഇന്നലെ പരിശോധിച്ച പനി ഉണ്ടായിരുന്ന ആളുകളുടെ ഫലം നെഗറ്റീവായവരെ ഇത് സംബന്ധിച്ച പ്രോട്ടോകോൾ പ്രകാരം പനി പൂർണ്ണമായി വിട്ടതിന് ശേഷം പനി വീണ്ടും നിലനിൽക്കുകയാണെങ്കിൽ വീണ്ടും സാമ്പിൾ റിപ്പീറ്റ് ചെയ്യണം. എന്നാൽ ഇന്നലെ പരിശോധിച്ചവർക്ക് ഏതാണ്ട് പനി കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പനി പൂർണ്ണമായി ഭേദമായി എന്ന് ഡോക്ടേഴ്സ് സർട്ടിഫൈ ചെയ്താൽ അവർക്ക് വീട്ടിൽ മടങ്ങാം. പക്ഷേ ഈ 21 ദിവസം എന്നുള്ള ആ ഒരു കാലയളവ് വീടുകളിൽ ഐസൊലേഷൻ പൂർത്തിയാക്കേണ്ടതായിട്ട് ഉണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളത്, ഈ സാമ്പിളിൽ നിന്നുള്ള വൈറസിന്റെ പാർഷ്യൽ ജീനോമിക് സീക്വൻസിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് വൈറോളജി തോന്നയ്ക്കലിൽ ചെയ്തു. അപ്പോൾ ആ പാർഷ്യൽ സീക്വൻസിംഗിൽ കണ്ടെത്തിയിട്ടുള്ളത് കേരളത്തിൽ, അതായത് 2023 നമ്മൾ കണ്ടെത്തിയ വവ്വാലുകളിൽ കണ്ടെത്തിയ വൈറസിന്റെ അതേ വകഭേദമാണ് ഈ വൈറസും എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട്. 100% ഒരേ വേരിയന്റ് തന്നെയാണ് എന്നുള്ളതാണ്. ബീഹാറിന് പ്രത്യേക പദവി നൽകാൻ തീരുമാനമെടുത്തിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. സംസ്ഥാനങ്ങൾക്കിടയിൽ വിവേചന സ്വഭാവം കാണിക്കരുതെന്ന 2012 ഇന്റർമിനിസ്റ്റീരിയൽ ഗ്രൂപ്പ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടിയാണ് കേന്ദ്രം ബീഹാറിന്റെ ആവശ്യം തള്ളിയത്. ലോക്സഭയിൽ JDU MP രാംപ്രീത് മണ്ഡലിന്റെ ചോദ്യത്തിനാണ് ധനകാര്യ മന്ത്രാലയത്തിന്റെ മറുപടി. ബീഹാറിന്റെ സാമ്പത്തികവും വ്യാവസായികവുമായ പുരോഗതിക്ക് സഹായകമായ പ്രത്യേക പദവി നൽകുമോ എന്ന ചോദ്യത്തിനാണ് മറുപടി. ലോക്സഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിൽ ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൗധരിയാണ് മറുപടി നൽകിയത്. നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള BJP സഖ്യകക്ഷിയായ JDU ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിനും
സത്യപ്രതിജ്ഞാ ചടങ്ങിനും ശേഷം കേന്ദ്ര സർക്കാരിനോട് ബീഹാറിന് പ്രത്യേക പദവി ആവശ്യപ്പെട്ടിരുന്നു. അതേസമയം ആവശ്യമെങ്കിൽ പ്രത്യേക സാമ്പത്തിക പാക്കേജ് ബീഹാറിന് അനുവദിക്കാമെന്ന് കേന്ദ്ര ധനകാര്യ സഹമന്ത്രി പറഞ്ഞു. ലോക്സഭയിൽ ഭരണപക്ഷത്തുണ്ടായിട്ടും ബീഹാറിന് പ്രത്യേക പാക്കേജ് ലഭിക്കാൻ കഴിയാത്തത് JDUവിന്റെയും BJPയുടെയും പിടിപ്പുകേടാന്ന് പ്രതിപക്ഷ കക്ഷികളായ RJDയും കോൺഗ്രസും ആരോപിച്ചിരുന്നു. ഇതിനിടെ നിതീഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട് മുറവിളി ഉയരുന്നുണ്ട്. മുൻകാലങ്ങളിൽ ദേശീയ വികസന കൗൺസിലിൽ നിരവധി സ്ഥാപനങ്ങൾക്ക് പ്രത്യേക പദവി നൽകിയിരുന്നു. മലയോരവും ദുഷ്കരവുമായ ഭൂപ്രദേശം, കുറഞ്ഞ ജനസാന്ദ്രത അല്ലെങ്കിൽ ഗോത്രവർഗ ജനസംഖ്യയുടെ ഗണ്യമായ പങ്ക്, അയൽ രാജ്യങ്ങളുമായുള്ള അതിർത്തിയിലെ തന്ത്രപ്രധാനമായ സ്ഥാനം, സാമ്പത്തികവും അടിസ്ഥാന സൗകര്യപരവുമായ പിന്നോക്കാവസ്ഥ, സംസ്ഥാനത്തിന്റെ ധനകാര്യ സമിതിയുടെ ലാഭകരമല്ലാത്ത സ്വഭാവം എന്നിവയാണ് ഇതിനുള്ള മാനദണ്ഡങ്ങൾ. എന്നാൽ ബീഹാർ ഈ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടുന്ന സംസ്ഥാനമല്ല. ബീഹാറിന് പ്രത്യേക പദവിയിലെന്ന കേന്ദ്ര സർക്കാർ തീരുമാനത്തിന് പിന്നാലെ NDAയിൽ തന്നെ തുടരാമെന്ന സൂചനയുമായി JDU. ബീഹാറിന് പ്രത്യേക പദവി വേണമെന്നതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് നിതീഷ് കുമാർ. SNDPയെ കാവ്യവൽക്കരിക്കാൻ അനുവദിക്കില്ലെന്നും മുസ്ലിം ലീഗിന്റെ വർഗീയത തുറന്നുകാട്ടുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്യാൻ ചേർന്ന CPM സംസ്ഥാന സമിതി യോഗത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് MV ഗോവിന്ദന്റെ പ്രതികരണം. ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച SNDPയുടെ നേതാക്കൾ CPM വിമർശനം നടത്തുകയാണ്. SNDP നേതാക്കൾ വ്യക്തിപരമായ വിമർശനങ്ങൾ പോലും നടത്തുന്നു. JDSനെ ഒരു ഉപകരണമാക്കി RSS അജണ്ട നടപ്പാക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടുമെന്ന് പ്രചരിപ്പിച്ചു. BDJS വഴി BJP അജണ്ട നടപ്പാക്കുന്നതിൽ വിമർശനം തുടരുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. BJPയുടെ മതരാഷ്ട്രവാദ നിലപാടിനെതിരെ ശക്തമായ ആശയപ്രചരണം വേണം. ക്ഷേത്രങ്ങൾ കൈയടക്കാൻ RSS ശ്രമിക്കുകയാണ്. ക്ഷേത്രമുറ്റത്ത് ശാഖകളടക്കം നടത്തുന്നു. വിശ്വാസികൾ ആരും വർഗീയവാദികളല്ല. വിശ്വാസികളുടെ കേന്ദ്രങ്ങളിൽ വർഗീയവാദം അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. ആരാധനാലയങ്ങളിൽ ആർക്കും പോകാം. പാർട്ടി അംഗങ്ങളിൽ വിശ്വാസികളുണ്ട്. അക്കാര്യം തുറന്നു പറയുന്നതിൽ ആർക്കും ആശങ്ക വേണ്ട. പാർട്ടി അംഗങ്ങളെ ആരാധനയിൽ നിന്നും വിശ്വാസത്തിൽ നിന്നും വിലക്കാൻ തീരുമാനിച്ചിട്ടില്ല. പാലക്കാട് പ്ലീനം കഴിഞ്ഞ ശേഷം പല പ്രമേയങ്ങളിലൂടെ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടുണ്ട്. വിശ്വാസികളെ അടക്കം വർഗീയവത്കരിക്കാനാണ് BJPയുടെ നീക്കം. RSSന്റെ ശാഖാപ്രവർത്തനം ശരിയായ ഗുണ്ടാ പ്രവർത്തനമാണ്. എവിടെ കുത്തിയാലാണ് എതിരാളി എളുപ്പം ചാവുക എന്നതാണ് അവർ ശാഖകളിൽ പഠിപ്പിക്കുന്നത്. BJPയുടെ എല്ലാ ശ്രമങ്ങളെയും ശക്തമായി പ്രതിരോധിക്കാൻ സംസ്ഥാന സമിതി യോഗത്തിൽ തീരുമാനിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. നവമാധ്യമങ്ങൾ കടന്നാക്രമണങ്ങൾ കൂടിയാണ്. തലസ്ഥാനത്തെ മേയറെയും മന്ത്രിമാരെയും ഉദ്യോഗസ്ഥരെയും എല്ലാം കടന്നാക്രമിക്കുന്നു. മുസ്ലിം ലീഗ് മതരാഷ്ട്രവാദികളായി യോജിച്ച് പ്രവർത്തിക്കുകയാണ്. മുസ്ലിം ലീഗിന്റെ വർഗീയ നിലപാടിനെ തുറന്നു കാണിക്കും. വർഗീയ ശക്തികൾ പരസ്പരം കുറ്റപ്പെടുത്തി ശക്തിപ്പെടുന്ന അവസ്ഥയാണ് കേരളത്തിലുള്ളത്. ന്യൂനപക്ഷങ്ങളെ പരസ്പരം ഏറ്റുമുട്ടിക്കാനും RSS ശ്രമിക്കുന്നുണ്ട്. ന്യൂനപക്ഷ പരിരക്ഷയ്ക്ക് പ്രാധാന്യം നൽകും. ഇടതുപക്ഷം പ്രധാന ചുമതലയായി ന്യൂനപക്ഷ പരിരക്ഷ ഏറ്റെടുക്കും. വികസന മുരടിപ്പ് എന്ന വിമർശനത്തിന് അടിസ്ഥാനമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തെറ്റുതിരുത്തൽ പാർട്ടി യോഗങ്ങളിലെ സ്ഥിരം അജണ്ടയാണ്. തെറ്റുകൾ ആവർത്തിക്കുന്നവരെ വെച്ചുപൊറുപ്പിക്കില്ല. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നവോത്ഥാന നായകരിൽ പ്രമുഖൻ എല്ലാവർക്കും പറയുന്നത് പോലെ ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച മതനിരപേക്ഷ പ്രസ്ഥാനങ്ങളുടെ കരുത്തായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പ്രസ്ഥാനമാണ് എല്ലാവർക്കും അറിയുന്നത് പോലെ SNDP. SNDPയുടെ നേതാക്കൾ CPM-എതിരായിട്ടുള്ള വിമർശനം വ്യക്തിപരമായിട്ടുൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ ഞങ്ങൾ കാണുന്നത് SNDP രൂപീകരിക്കുമ്പോഴും SNDP ശക്തിയായിട്ട് കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ ശക്തിപ്പെടുത്തുമ്പോഴുമെല്ലാം ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങൾ വളരെ സജീവമായിട്ട് അത് ഉയർത്തിപ്പിടിച്ചു. അതിൻ്റെ ഭാഗമാണ് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. പിന്നീട് സർവമത സമ്മേളനങ്ങൾ. മതം ഏതായാലും അതിലെല്ലാം ഉൾച്ചേർന്നിരിക്കുന്ന സത്ത ഒന്നാണ് എന്ന് അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി. മതസൗഹാർദ്ദത്തിൻ്റെയും മതനിരപേക്ഷതയുടെയും
നിലപാടുകളാണ് SNDP എല്ലാ കാലത്തും ശ്രീനാരായണ ദർശനത്തെ അടിസ്ഥാനപ്പെടുത്തി ഉയർത്തി പിടിക്കുന്നത്. എന്നാൽ BDJSന്റെ രൂപീകരണത്തോടെ BDJSനെ ഒരു ഉപകരണമായി ഉപയോഗിച്ച് RSSന്റെ അജണ്ട SNDP മേഖലയിൽ കാവ്യവൽക്കരണം പൂർത്തിയാക്കാനാണ്. ഇതാണ് ഞങ്ങൾ ഉയർത്തിയ വിമർശനം. ചാതുർവർണ്ണ വ്യവസ്ഥ അടിസ്ഥാനപ്പെടുത്തിയ ഭരണഘടന വേണം, മനുസ്മൃതിയായിരിക്കണം അതിൻ്റെ അന്തർധാര എന്ന് RSS ആണ് വ്യാപകമായിട്ട് ഇന്ത്യയിൽ പ്രചരിപ്പിച്ചത്. 18ാം ലോകസഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി 2/3 ഭൂരിപക്ഷം നേടാൻ 370 മുതൽ 430 വരെ സീറ്റ് BJP ഒറ്റക്ക് കരസ്ഥമാക്കുമെന്ന പ്രചരണമാണ് അവർ സംഘടിപ്പിച്ചത്. എന്തായിരുന്നു ഉന്നമെന്ന് എല്ലാവർക്കും അറിയാം. അത് ഭരണഘടനയെ അവരാഗ്രഹിക്കുന്നത് പോലെ മാറ്റാൻ വേണ്ടിയിട്ടായിരുന്നു. അത് മനുസ്മൃതിയെ അടിസ്ഥാനപ്പെടുത്തി ചാതുർവർണ്ണ വ്യവസ്ഥ കൈകാര്യം ചെയ്യുന്ന ഒരു ഭരണഘടന, അതായിരുന്നു RSSന്റെയും BJPയുടെയും പരിപാടി. ഏതായാലും ഇന്ത്യൻ ജനത അവരുടെ ഈ അജണ്ട തിരിച്ചറിഞ്ഞ് അതിനെതിരായി നിലപാട് സ്വീകരിച്ചു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ BDJS വഴി BJPയിലേക്ക് ചാതുർവർണ്ണ വ്യവസ്ഥയ്ക്ക് വേണ്ടി നിരന്തരമായി വാദിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി SNDPയിൽ കാര്യങ്ങൾ നിർവഹിക്കപ്പെടുന്ന സാഹചര്യം വരുന്നതിനെയാണ് ഞങ്ങൾ ശക്തിയായിട്ട് വിമർശിച്ചത്. കാവടി യാത്രാ റൂട്ടുകളിലെ ഭക്ഷണശാലകളിൽ ഉടമയുടെ പേരെഴുതി വെക്കണമെന്ന ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് സർക്കാരുകളുടെ ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. അതേസമയം ഭക്ഷണ വിവരങ്ങൾ പ്രദർശിപ്പിക്കണമെന്ന് ജസ്റ്റിസുമാരായ ഋഷികേഷ് റോയ്, BSN ഭാട്ടി എന്നിവരടങ്ങുന്ന ബെഞ്ച് നിർദ്ദേശിച്ചു. ഭക്ഷണശാല ഉടമകൾ പേരെഴുതി വെക്കണമെന്ന ഔദ്യോഗിക ഉത്തരവ് ഇറക്കിയിട്ടുണ്ടോ എന്ന് സുപ്രീം കോടതി ആരാഞ്ഞു. പത്രക്കുറിപ്പിലൂടെ കബളിപ്പിക്കുന്ന തരത്തിലുള്ള ഉത്തരവുകളാണ് സർക്കാർ ഇറക്കിയതെന്നും അത് കർശനമായി നടപ്പാക്കുകയാണെന്നും ഹർജിക്കാർക്കു വേണ്ടി മുതിർന്ന അഭിഭാഷകൻ അഭിഷേക് മനു സിംഘാവി പറഞ്ഞു. ചില വിഭാഗക്കാരെ ബഹിഷ്കരിക്കാൻ വേണ്ടിയാണിതെന്നും പോലീസ് കമ്മീഷണർക്ക് ഇതിനായി അധികാരം നൽകിയിരിക്കുകയാണെന്നും സിംഘാവി ചൂണ്ടിക്കാട്ടി. നിർബന്ധമായും ചെയ്തിരിക്കണമെന്ന് ഉത്തരവിലുണ്ടായോ എന്ന് കോടതി ചോദിച്ചു. പാലിക്കാത്തവർക്ക് 2000 രൂപ മുതൽ 5000 രൂപ വരെ പിഴ ചുമത്താമെന്നും സിംഘാവി അറിയിച്ചു. ഉത്തരവ് കാരണം ന്യൂനപക്ഷ സമുദായത്തിലെ ഒട്ടേറെ പേർക്ക് ജോലി പോയെന്ന് അദ്ദേഹം പറഞ്ഞു. സർക്കാർ ഉത്തരവ് മതവിവേചനമുണ്ടാക്കുന്നുവെന്നാരോപിച്ച് തൃണമൂൽ കോൺഗ്രസ് MP മഹുവ മെയ്യത്ത്, ഡൽഹി സർവകലാശാല പ്രൊഫസർ അപൂർവ നന്ദ്, എഴുത്തുകാരൻ ആക്ടർ പട്ടേൽ എന്നിവർ നൽകിയ ഹർജികളാണ് സുപ്രീം കോടതി പരിഗണിച്ചത്. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ച കേസിൽ സുപ്രീം കോടതി വാദം കേൾക്കുന്നത് തുടരും. ദേശീയ പരീക്ഷാ ഏജൻസിയുടെയും കേന്ദ്ര സർക്കാരിന്റെയും വാദം കേട്ടതിനു ശേഷം പരീക്ഷ വീണ്ടും നടത്തണോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കും. നിലവിൽ പരീക്ഷയിൽ ക്രമക്കേടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ചോദ്യപേപ്പർ വ്യാപകമായി ചോർന്നെന്ന കാര്യം തെളിയിക്കാൻ ഹർജിക്കാർക്ക് സാധിച്ചിട്ടില്ല. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ച കേസിൽ പട്നയിൽ ചോദ്യപേപ്പർ ചോർച്ചയുണ്ടായി എന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ മറ്റിടങ്ങളിൽ ഇത് ചോർന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഹർജിക്കാർക്ക് തെളിവുകൾ ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല എന്നും കോടതി പറഞ്ഞു. തർക്കമുള്ള ഫിസിക്സ് പേപ്പറിലെ 19ാം നമ്പർ ചോദ്യത്തിന് IIT ഡൽഹിയിലെ വിദഗ്ധരോട് ശരിയായ ഉത്തരം കണ്ടെത്താനും കോടതി നിർദ്ദേശിച്ചു. നാളെ ഉച്ചയ്ക്ക് ശരിയുത്തരം കോടതിയെ അറിയിക്കണം. ഈ ചോദ്യത്തിന് തെറ്റായ ഉത്തരം നൽകിയവർക്ക് ഗ്രേസ് മാർക്ക് നൽകിയത് പുനഃപരിശോധിക്കും. പഴയ NCERT പുസ്തകത്തിൽ ഉത്തരം തെറ്റിയാണ് രേഖപ്പെടുത്തിയെന്നതിൻ്റെ അടിസ്ഥാനത്തിൽ NTA പലരും നിവേദനങ്ങൾ നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഗ്രേസ് മാർക്ക് നൽകാൻ തീരുമാനിച്ചത്. രണ്ടാമത്തെ ഉത്തരം തെറ്റാണെന്ന് വിദഗ്ധർ മറുപടി നൽകിയാൽ അത് 4.20 ലക്ഷം വിദ്യാർത്ഥികളെ ബാധിക്കും. 4 മാർക്ക് നഷ്ടമാകുന്നതിനൊപ്പം നെഗറ്റീവ് മാർക്കും ഇവർക്ക് ലഭിക്കും. മെയ് 4-നോ അതിനു മുമ്പോ ആയിരിക്കും ചോദ്യപേപ്പർ ചോർന്നതെന്നും കോടതി നിരീക്ഷിച്ചു. പല കേന്ദ്രങ്ങളിലും ചോദ്യപേപ്പർ മാറി നൽകിയ പിഴവും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്.
US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് ജോ ബൈഡൻ പിന്മാറിയതോടെ എല്ലാ ശ്രദ്ധയും വൈസ് പ്രസിഡന്റ് കമല ഹാരിസിലേക്ക്. തനിക്ക് പകരം കമല ഹാരിസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകണമെന്നാണ് ജോ ബൈഡന്റെ നിർദ്ദേശം. ഇതുവരെ ഒരു വനിത പോലും US പ്രസിഡന്റ് ആയിട്ടില്ല. ബൈഡനെ തോൽപ്പിക്കുന്നതിലും എളുപ്പമാണ് കമലയെ തോൽപ്പിക്കാനെന്ന് എതിരാളിയും മുൻ അമേരിക്കൻ പ്രസിഡന്റുമായ ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു. അടുത്ത മാസം നടക്കുന്ന ഡെമോക്രാറ്റിക് പാർട്ടി കൺവെൻഷനിലാണ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ ഔദ്യോഗികമായി നാമനിർദ്ദേശം ചെയ്യുന്നത്. ജോ ബൈഡന്റെ അസാധാരണമായ നേതൃത്വത്തിന് അമേരിക്കൻ ജനങ്ങളുടെ പേരിൽ നന്ദി പറയുന്നതായി കമല ഹാരിസ് എക്സിൽ കുറിച്ചു. തന്നെ സ്ഥാനാർത്ഥിയാക്കാനുള്ള പ്രസിഡന്റിന്റെ നിർദ്ദേശം ബഹുമതിയാണെന്നും പാർട്ടിയുടെ നോമിനേഷൻ ലഭിക്കാനും വിജയിക്കാനും പരിശ്രമിക്കുമെന്നും കമല ഹാരിസ് പറഞ്ഞു. US വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആദ്യമായി എത്തിയ ഇന്ത്യൻ വംശജയും വനിതയുമാണ് കമല ഹാരിസ്. പൗരാവകാശ പ്രവർത്തകരായിരുന്നു മാതാപിതാക്കൾ. കറുത്ത വർഗ്ഗക്കാരെന്ന നിലയിൽ അനുഭവിച്ചിട്ടുള്ള അവഹേളനവും പരിഹാസവും മറന്നിട്ടില്ലാത്ത കമലയ്ക്ക് പോരാട്ടവീര്യം കൂടുതലാണ്. ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ആധുനിക മുഖം കൂടിയാണ് കമലയുടേത്. യുവത്വവും വംശീയ വൈവിധ്യവുമാണ് പാർട്ടിയുടെ കരുത്ത്. ഡെമോക്രാറ്റിക് പാർട്ടിയിലെ ഇടതുനിരയുടെ അനുഭാവം പുലർത്തുന്നതാണ് കമലയുടെ നിലപാടുകൾ. സൗജന്യ കോളേജ് വിദ്യാഭ്യാസം, ഗ്രീൻ ന്യൂ ഡീൽ പരിസ്ഥിതി പദ്ധതി, സമഗ്ര ആരോഗ്യ പരിരക്ഷ തുടങ്ങിയ പദ്ധതികൾക്ക് അവർ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബറാക് ഒബാമ പ്രസിഡന്റായിരിക്കുമ്പോൾ തന്നെ പണമിടപാടുകാരുമായി ബന്ധപ്പെട്ട് രാജ്യവ്യാപകമായ കേസിൽ കാലിഫോർണിയയ്ക്ക് വേണ്ടി വാദിച്ചു വിജയം നേടിയതാണ് കമലയെ ദേശീയ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. ഗുണ്ട, ലഹരിമരുന്ന് സംഘങ്ങൾക്കും പീഡനങ്ങൾക്കുമെതിരെ അവർ വിട്ടുവീഴ്ചയില്ലാതെ ശിക്ഷ വിധിച്ചു. സെനറ്റിലെത്തിയ ശേഷം ഇന്റലിജൻസ് കമ്മിറ്റിയിലും ജുഡീഷ്യറി കമ്മിറ്റിയിലും ശ്രദ്ധേയായി. അതേസമയം 2024 US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് പ്രസിഡന്റ് ജോ ബൈഡൻ പിന്മാറിയതിന് പിന്നാലെ ഡെമോക്രാറ്റിക് പാർട്ടിയിലേക്ക് പണമൊഴുകുന്നു. ഞായറാഴ്ച അപ്രതീക്ഷിതമായിട്ടായിരുന്നു ജോ ബൈഡന്റെ പ്രഖ്യാപനം. ജോ ബൈഡന്റെ ആരോഗ്യത്തിൽ സംശയം പ്രകടിപ്പിച്ച് ഡെമോക്രാറ്റിക് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ സംശയമുയർന്ന സാഹചര്യത്തിലായിരുന്നു മത്സരത്തിൽ നിന്ന് പിന്മാറാനുള്ള ബൈഡന്റെ തീരുമാനം. ഇതിനു പിന്നാലെ 24 മണിക്കൂറിനുള്ളിൽ തിരഞ്ഞെടുപ്പ് ചെലവിനായി ഡെമോക്രാറ്റിക് പാർട്ടിക്ക് സംഭാവനയായി ലഭിച്ചത് $81 ദശലക്ഷം ആണ്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ജയിലിൽ വധിക്കാനുള്ള ഗൂഢാലോചന നടക്കുന്നുണ്ടെന്ന ആരോപണവുമായി ആം ആദ്മി പാർട്ടി രംഗത്തെത്തി. കേന്ദ്ര സർക്കാരും ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേനയും കെജ്രിവാളിന്റെ ജീവൻ വെച്ചു കളിക്കുകയാണ്. ഏതു നിമിഷവും എന്തും സംഭവിക്കാമെന്ന അവസ്ഥയിലാണ് അദ്ദേഹം തീഹാർ ജയിലിൽ കഴിയുന്നതെന്നും സഞ്ജയ് സിംഗ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കെജ്രിവാൾ കൂടുതൽ മധുരം കഴിച്ച് പ്രമേഹം കൂട്ടാൻ ശ്രമിക്കുകയാണെന്നാണ് ആദ്യം ആരോപിച്ചത്. എന്നാൽ ഭക്ഷണം കഴിക്കാതെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ ശ്രമിക്കുകയാണെന്നാണ് ഇപ്പോൾ പറയുന്നത്. BJP പച്ചക്കള്ളമാണ് പ്രചരിപ്പിക്കുന്നതെന്നും സഞ്ജയ് സിംഗ് പറഞ്ഞു. ജയിൽ അധികൃതർ തന്നെ കേജ്രിവാളിന്റെ മെഡിക്കൽ റിപ്പോർട്ട് അദ്ദേഹത്തിന്റെ അഭിഭാഷകന് നൽകിയിരുന്നു. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് അപകടകരമായ തോതിൽ കുറഞ്ഞിട്ടുണ്ട്. ഈ നില തുടർന്നാൽ അദ്ദേഹത്തിന് ജയിലിനുള്ളിൽ വെച്ച് തന്നെ എന്തും സംഭവിക്കാമെന്ന് റിപ്പോർട്ടിൽ തന്നെ വ്യക്തമാണെന്നും സഞ്ജയ് സിംഗ് പറഞ്ഞു. കേജ്രിവാളിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് ലഫ്റ്റനന്റ് ഗവർണറും BJPയും തെറ്റായ വിവരങ്ങളാണ് പ്രചരിപ്പിക്കുന്നത്. കേജ്രിവാളിനെ പോലെ ഉത്തരവാദിത്തമുള്ള ഒരു ജനപ്രതിനിധി സ്വന്തം ജീവൻ അപായപ്പെടുത്തി തന്നെ വിശ്വസിക്കുന്ന ജനങ്ങളെ അനാഥരാക്കില്ല. ലഫ്റ്റനന്റ് ഗവർണറുടെ നിർദ്ദേശമനുസരിച്ചാണ് കേജ്രിവാളിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചും തീഹാർ ജയിൽ അധികൃതർ തെറ്റായ റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നത്. ലഫ്റ്റനന്റ് ഗവർണർ ഇത്തരം കള്ള റിപ്പോർട്ടുകൾ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകുകയാണെന്നും സഞ്ജയ് സിംഗ് പറഞ്ഞു. ഡോക്ടർ നിർദ്ദേശിച്ച മരുന്നുകളും ഭക്ഷണവും കേജ്രിവാൾ കഴിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേന കഴിഞ്ഞ ദിവസം ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകിയിരുന്നു. എന്നാൽ സക്സേന അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണെന്നാണ് AIPയുടെ പ്രതികരണം. ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക. നന്ദി.